എല്ലാവർക്കും നിതിൻസ് ഗരാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊക്കെ വണ്ടിയെ പാട്ട് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈക്വലൈസർ സെറ്റിംഗ് മാറിക്കിടന്നാൽ അതൊട്ട് ഭയങ്കരമായിട്ട് അരോചകവുമാകും. അപ്പോൾ ആ ഈക്വലൈസർ സെറ്റിങ്സ് നമുക്ക് വലിയ പരിചയമില്ലേ പോലും നമുക്കത് AI ഉപയോഗിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. ChatGPT ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ വണ്ടിയിലെ ഈക്വലൈസർ സെറ്റിംഗ് നമ്മുടെ മൂഡിനനുസരിച്ച് സെറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ChatGPT ഉപയോഗിച്ച് എങ്ങനെയാണ് ഈക്വലൈസർ സെറ്റ് ചെയ്ത് നോക്കാം. ആദ്യം വണ്ടിയിലെ ഈക്വലൈസർ എടുത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ChatGPT ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ ആസ്ക് എനിതിങ്ങിൻ്റെ സൈഡിലായിട്ട് ഒരു ക്യാമറയുടെ ഇത് കാണും. ആ ക്യാമറയുടെ ബട്ടൺ വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് നമ്മുടെ ഈക്വലൈസറിൻ്റെ ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തിട്ട് നമ്മളിവിടെ ആസ്ക് എനിതിങ് എന്നുള്ളതിനകത്ത് ഞാനിവിടെ എനിക്ക് ഗുഡ് ബാസ് ആൻഡ് വോക്കൽസ് വേണമെന്ന് പറഞ്ഞാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ എൻ്റർ അടിക്കുക. എന്നിട്ട് ഇത് അപ്ലോഡ് ചെയ്യുക. അപ്പം ChatGPT നമുക്ക് കുറേ സജഷൻസ് തരും. അപ്പോൾ ഈ സജഷൻസ് തരുമ്പം നമ്മൾ നോക്കണം. നമുക്കിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് അറിയത്തില്ല എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പം നമ്മളെന്നാന്ന് വെച്ചാൽ ഷോ ഇറ്റ് ആസ് ഇമേജ് എന്ന് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യുക. ഇത് ജനറേറ്റ് ചെയ്ത് വരാണ്ടൊരു ഒരു 5-10 മിനിറ്റ് താമസം വരും. അവരുടെ സെർവറിൻ്റെ തിരക്ക് പോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജ് വെച്ച് നമുക്ക് നമ്മുടെ ഈക്വലൈസർ സെറ്റിങ്സ് കറക്റ്റ് ആക്കാം. ChatGPTയുടെ ഇമേജ് ക്രിയേറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് മേളിൽ നോട്ടിഫിക്കേഷനായിട്ട് അവർ തരും. അന്നേരം അത് നമ്മൾ എടുത്താൽ മതി. അതുവരെ നമ്മൾ ഇങ്ങനെ ഓണാക്കി വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കലി ബാക്ക്ഗ്രൗണ്ടിൽ ക്രിയേറ്റ് ആയിക്കോളും. നമുക്ക് ഓൾറെഡി AI ഒരു ഇമേജ് അയച്ചു തന്നിട്ടുണ്ട്. ആ ഇമേജ് നോക്കി നമ്മൾ നമ്മുടെ വണ്ടിയിലെ ഈക്വലൈസർ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് കേട്ട് നോക്കുക. ഭയങ്കര വ്യത്യാസമാണ്. ഞാനിപ്പോൾ ഓൾറെഡി അതനുസരിച്ച് സെറ്റ് ചെയ്തൊരെണ്ണം വെച്ചിട്ടുണ്ട്. എനിക്ക് പാട്ട് കേട്ടിട്ട് ഭയങ്കര വ്യത്യാസമാണ്. ഞാൻ പിന്നെ പാട്ട് വെക്കാത്തത് എന്നാന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് അടിക്കും എന്നുള്ള പേടി കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് അതിൻ്റേതായ വ്യത്യാസമുണ്ട്. അപ്പം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പം അതുവരെ